നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നെ തെരഞ്ഞ് ദേവുട്ടി കുറെ വിഷമിച്ചോ? എന്താ ഒരു പേടി പോലെ? ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ ആ കർമ്മത്തിന്റെ വിപരീത ഫലങ്ങൾ തന്നെ പിന്തുടരുന്നുണ്ടോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും. ആ ആശങ്കകൾ പാമ്പായും പിശാചായും ഒക്കെ വരുന്നതായി അവർക്ക് തോന്നും. പാമ്പിനെ കുറിച്ച് ചിന്തിച്ച് നടന്നാൽ കയറ് പോലും പാമ്പായി തോന്നും. അതാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് ദേവുട്ടി ഭയപ്പെടണ്ട. മനസ്സിൽ ഊറിക്കൂടുന്ന പകയും വഞ്ചനയും പലരെ കൊണ്ടും അരുതാത്തത് പലതും ചെയ്യിപ്പിക്കും. പിന്നീട് അതിന്റെ ഭവിഷ്യത്തുകൾ തനിക്ക് നേരെ തിരിയുമെന്ന സൂചന ലഭിച്ചാൽ അബദ്ധവാക്കുകൾ പറയും, അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. അതൊക്കെ ഉണ്ടാവും. കടിച്ച പാമ്പ് കൊടിയ വിഷമുള്ളതാണെങ്കിൽ അത് തന്നെ വന്ന് വിഷമിറക്കിയാലേ വിഷശമനം വരൂ എന്നാണ് പണ്ടുള്ള വിഷഹാരികൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും കടിച്ച പാമ്പ് വന്ന് വിഷമിറക്കാറില്ല. പക്ഷേ ഇവിടെ ദേവൂട്ടിയുടെ നേരെ വിഷപ്രയോഗം നടത്തിയ പാമ്പുകൾ വിഷമിറക്കാൻ പാഞ്ഞു നടക്കുകയാണ്. വിഷമിറക്കുന്നില്ലെങ്കിൽ ആ വിഷം തങ്ങളുടെ ശരീരത്തിലാണ് വ്യാപിക്കുക എന്ന് അവർ മനസ്സിലാക്കും. അതാണ് ദേവിയുടെ കടാക്ഷം, കരുതൽ. ആ കടാക്ഷവും കരുതലും നിനക്ക് ചുറ്റുമുള്ളപ്പോ നീ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. എന്താ പറ്റി? അതെ, ആ വണ്ടിയില്ലേ, അത് എന്നെ ഇടിക്കാൻ വരുന്ന പോലെ തോന്നി. അയ്യോ ചേച്ചി, ഒരല്പം നേരം അവിടെ ഇരുന്നിട്ട് പോവാം. വേണ്ട, കുഴപ്പമില്ല. എന്തായാലും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പേ ആ ചരട് എങ്ങനെയെങ്കിലും അഴിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ വലിയ അപകടങ്ങളായിരിക്കും വരിക. ആ ഇന്ദു, നീ എവിടെ? ഞാനിവിടെ ടൗണിലുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്നെ മാത്രല്ല, ആ ജോത്സരെ ഒന്ന് കാണണം. എന്തു പറ്റി? ആ ചരടഴിക്കാനേ ഞാൻ പഠിച്ച പണി 18 നോക്കി, കഴിയുന്നില്ല. അതഴിക്കാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. എന്താ ഒരു പോംവഴി? നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാ. അത് നമുക്ക് ജോത്സരുടെ അടുത്ത് തന്നെ ചോദിക്കാം. നീ അങ്ങോട്ട് വാ, ഞാനും വരാം. എന്നാ നീ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. ഞാൻ ഇവിടുന്ന് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ആ ശരി.
വിധത്തിൽ ചരടയക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇതുവരെ സാധിച്ചില്ല. അതഴിക്കാൻ അവളൊട്ട് സമ്മതിക്കുന്നുമില്ല. ആശാൻ തന്നെ ഒരു വഴി കാണിച്ചു തരണം. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഏലസ് തരാം. ക്ഷുദ്രപ്രയോഗങ്ങളൊന്നുമില്ലാതെ ശുദ്ധമായ ഒരു ഏലസ്. അത് കെട്ടിയിട്ട് ചരടഴിച്ചോളൂ, കുട്ടി സമ്മതിക്കും. അത് കെട്ടിക്കഴിഞ്ഞാലും നേരത്തെ സംഭവിച്ച വിധത്തില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ആശാനെ? ഇല്ലില്ല, അത് വെറുമൊരു ഏലസ. അകത്ത് തകിട് പോലും ഇല്ലാത്ത വെറും കൂട്. നേരത്തെ തന്നത് അതല്ല, അതിലെ ക്ഷുദ്രപ്രയോഗങ്ങളുണ്ട്. അതെടുത്തോളൂ. വലിയൊരു ദൈവിക ശക്തിയുടെ പിൻബലം ഉണ്ടായിരുന്നതുകൊണ്ടാ ആ ക്ഷുദ്രപ്രയോഗത്തിൽ നിന്നും ഈ കുട്ടി രക്ഷപ്പെട്ടത്. അതിന്റെ ക്ഷുദ്രശക്തി നമ്മുടെ നേരെ തിരിഞ്ഞതും. ഇതിലങ്ങനെയൊന്നുമില്ല, ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഇനി ഇതും കൊണ്ട് ചെല്ലുമ്പോഴും ആ കുട്ടി നിഷേധം പറയൂ ആശാനെ? ഇല്ലില്ല, നിങ്ങൾ ഇതുമായി വീട്ടിലെത്തുമ്പോ അവിടെ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് മുതലെടുത്ത് നിങ്ങൾക്കിത് കെട്ടാനും അത് അഴിക്കാനും സാധിക്കും. സമാധാനമായിട്ട് പൊയ്ക്കോളൂ. അതുപോലെ ആശാനെ, ഇന്ദുമതിക്ക് എന്ത് കണ്ടാലും പേടിയാ. അതിനൊരു പരിഹാരം കൂടി. തനിയെ മാറിക്കോളൂ. ആ ചരടിന്റെ സ്വാധീനം അതിലുണ്ടെങ്കിലും പ്രധാനമല്ലെങ്കിലും മനസ്സിന്റെ തോന്നലാണ് ഒരു ഉൾഭയം. ആ ചരട് കാരണം അപകടമുണ്ടാകുമെന്ന വിചാരത്തിലുള്ള ഉൾഭയം. ചരട് അഴിക്കുന്നതോടെ അതെല്ലാം മാറിക്കോളും. എന്നാ ശരി ആശാനെ. ആ, ശരി. ആയിക്കോട്ടെ. ശരി ആശാനെ. സർവേശ്വര, വിഷനാഗത്തിന്റെ മാളത്തിൽ കൈയിട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ. വിഷമേൽക്കാതെ കൈ പിൻവലിക്കാൻ അവർക്ക് കഴിയട്ടെ. ദുരന്തങ്ങളിൽ പെട്ടുപോകാതെ രക്ഷ നേടട്ടെ ഈശ്വര. എന്തോ മീ മൂടി വെച്ചിരിക്കുന്നേ? ആഹാ, നീയായിരുന്നോ? ഇവക്കൊരു പനിക്കോള്. കടയിന്ന് നേരത്തെ വന്നു. കുറച്ചു നേരം ഒന്ന് ആവി കൊള്ളുമ്പോ അതങ്ങ് വേർത്തു പോയിക്കോളും. ഞാൻ പറഞ്ഞിട്ടാ ഇവൾ ആവി കൊള്ളാനിരുന്നേ.